എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ചലഞ്ചറിൻ്റെ ഏറ്റവും പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അറിയാം, കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു മാർക്ക് എന്ന ആ ഒരു സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ നിങ്ങൾ തന്ന വിലയേറിയ നിങ്ങളുടെ പ്രതികരണവും അഭിപ്രായങ്ങളും എല്ലാം തന്നെ ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രതികരണങ്ങൾക്ക് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മക്കളെ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന വിവരമാണ്. നമ്മുടെ ഏറ്റവും ആദ്യമായിട്ട് 10th പ്രിലിംസ് എന്ന പ്രാരംഭ പരീക്ഷ ആരംഭിച്ച വർഷം അന്ന് 4 ഘട്ട 10th പ്രിലിംസ് ഉണ്ടായിരുന്നു. 4 ഘട്ടം ഉണ്ടായിരുന്നു. 4 ഘട്ടത്തിലും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. 4 ഘട്ടത്തിലും നിങ്ങൾ സംശയമുണ്ട് 2021 പ്രിലിംസ് പരീക്ഷ എടുത്ത് വെച്ച് നോക്ക്. അതിലെ 4 ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ കഴിഞ്ഞൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇനിയും കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 12ന്റെ ഗുണിതം ആയ സംഖ്യ ഏത്? 10th പ്രിലിംസിന്റെ 1ാമത്തെ ഘട്ടത്തിൽ 2021 ചോദിച്ചത്. ആ 2021 ഒരു 2 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ തൽക്കാലം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം 12ന്റെ ഗുണിതം ഏത് എന്നാണ് ചോദിച്ചത് അന്ന്. അതുകൊണ്ട് 12ന്റെ ഗുണിതം മാത്രം വീണ്ടും 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 ചെയ്യണ്ടല്ലോ, നമുക്ക് വേറെ വെറൈറ്റീസ് എങ്കിലും പഠിക്കാം. അതുകൊണ്ട് അന്നത്തെ ഒരു 2 ചോദ്യം മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ 12ന്റെ ഗുണിതം ഏത്? മക്കളെ ഇങ്ങനെ ചോദിക്കാറുണ്ട്: 12ന്റെ ഗുണിതമായത് ഏത്, 24ന്റെ ഗുണിതം ഏത്, 36ന്റെ ഗുണിതം ഏത്, 55ന്റെ ഗുണിതം ഏത്, 45ന്റെ ഗുണിതം ഏത്, 72ന്റെ ഗുണിതം ഏത് എന്നൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പൊ ഇങ്ങനൊക്കെ ഇനി ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ അത്യാവശ്യം 1 മുതൽ 11 വരെ, മക്കളെ 1 മുതൽ 11 വരെ, 1 മുതൽ 11 വരെ സംഖ്യകളുടെ നിശ്ശേഷഹരണം പഠിച്ചവർക്കാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും. 1 മുതൽ 11 വരെ, 1 മുതൽ 11 വരെ ഓരോ സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റുമോ, ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്നവർക്കാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. മക്കളെ ഒന്നുമില്ല, 12 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കണം. അപ്പം 12 കൊണ്ട് ഇതിനകത്ത് ഏതാണ് 12ന്റെ ഗുണിതം എന്ന് കണ്ടുപിടിക്കാൻ, 12 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഇത്രയേ ഉള്ളൂ. ആ സംഖ്യയെ 3 കൊണ്ടും മക്കളെ 4 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. 12 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാൻ സാധിക്കണമെങ്കിൽ മക്കളെ 3 കൊണ്ടും 4 കൊണ്ടും ആ സംഖ്യയെ ഹരിക്കാൻ സാധിക്കണം. അപ്പൊ കുറച്ച് പേര് ചോദിക്കും, എങ്ങനെയാണ് ഈ 3 4 വന്നേന്ന്? ഇനി ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കി തരാം. സംഭവം ഇത്രയേ ഉള്ളൂ. എനിക്കൊരു സംഖ്യയെ 12 കൊണ്ട് ഹരിക്കണം. 12 കൊണ്ട് ഹരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് അറിയുമോ മക്കളെ? 12 ഗുണനഫലമായിട്ട് കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കണം. 12 ഗുണനഫലമായിട്ട് കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയാണ്? 12 ഗുണനഫലം കിട്ടണമെങ്കിൽ മക്കളെ 1 × 12 12. ശരിയാണോ? 1 × 12. 2 × 6 2 × 6 12. 2 × 6 12. ശരിയല്ലയോ? 2 × 6 12. വേറെ 3 × 4 12. 3 × 4 12. ശരിയാണോ? ഇനി വല്ലതും ഉണ്ടോ? ഇല്ല. 4 × 3 എന്ന് പറഞ്ഞ ഇവര് തന്നെ. നിങ്ങൾ അതിനകത്തിൽ ഇതിനെ പരിഗണിക്കണ്ട. 1 × എന്നുള്ള ജോഡി എടുക്കണ്ട. 1 × എന്ന ജോഡി എടുക്കണ്ട. ബാക്കി ജോഡികളിൽ ഏത് ജോഡിയുടെ HCF ആണോ 1 വരുന്നത്, ബാക്കിയുള്ള ഇതൊരു ജോഡിയാണ്, അതേപോലെ ഇതൊരു ജോഡിയാണ്. ഏത് ജോഡിയുടെ HCF ആണോ 1 വരുന്നത്, അഥവാ ആ 2 സംഖ്യകളെയും ഹരിക്കാൻ വേറെ സംഖ്യ ഉണ്ടാവാൻ പാടില്ല. മക്കളെ 3നെയും 4നെയും ഒരുപോലെ വെട്ടാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? 2നെയും 6നെയും എനിക്ക് വീണ്ടും 2 കൊണ്ട് വെട്ടാം. 2നെയും 6നെയും എനിക്ക് 2 കൊണ്ട് വെട്ടാം. എന്നാൽ 3നെയും 4നെയും ഏതെങ്കിലും സംഖ്യ കൊണ്ട് വെട്ടാൻ പറ്റുമോ? വെട്ടാൻ പറ്റത്തില്ല, ഹരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ മക്കളെ ഇവരുടെ HCF 1. ഇവരുടെ HCF 1. HCF 1 വരുന്ന ജോഡിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത്. HCF 1 വരുന്ന ജോഡിയാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ പറ 12ന്റെ ഘടകങ്ങളിൽ 3 × 4, അതായത് 12 ഗുണനഫലമായിട്ട് വരുമ്പം 3 × 4 12. അതിൽ ഈ ഒരു ജോഡിയുടെയാണ് HCF 1 വരിക. HCF 1 വരുന്ന ജോഡിയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതായത് 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 12 കൊണ്ട് ഹരിക്കാൻ കഴിയും. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 12 കൊണ്ടും ഹരിക്കാൻ കഴിയും. ഓക്കെ, 3 കൊണ്ടും 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 12 കൊണ്ട് ഹരിക്കാം. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ 1-2 അധിക സംഖ്യകളെന്ന് പറഞ്ഞു നോക്കാം. എനിക്ക് 24 കൊണ്ടൊരു സംഖ്യ ഹരിക്കണം. എന്തോ മാർഗം? 24 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ മക്കളെ, 24 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ഇത്രയേ ഉള്ളൂ.
24 ജോഡികൾ, 24 ഗുണനഫലം വരുന്ന ജോഡികൾ എഴുതി നോക്കണം. 1 × 24 24. അത് എടുക്കണ്ട. ബാക്കിയൊക്കെ എടുക്കണം. 2 × 12 24. ശരിയാണ് മക്കളെ. 2 × 12 24. അതേപോലെ 3 × 8 24. 4 × 6 24. 5 × ഒന്നുമില്ല, പിന്നെ 6 × ഉണ്ട് എന്ന് പറഞ്ഞാൽ 6 × 4 ഈ ജോഡി തന്നെ. ഈ ജോഡി തിരിഞ്ഞു വരുക. അപ്പൊ ഇനി താഴോട്ട് നോക്കണ്ട, ഇനി ഇല്ല മക്കളെ. ഇവിടെ നോക്ക്, 2നെയും 12നെയും എനിക്ക് വേണമെങ്കിൽ ഇനിയും 2 കൊണ്ട് വെട്ടാം. എന്ന് പറഞ്ഞാൽ ഇവരുടെ HCF എന്ന് പറഞ്ഞാൽ ഒന്നല്ലാത്ത വേറെ സംഖ്യ ഉണ്ട്. 4നെയും 6നെയും എനിക്ക് വേണേൽ 2 കൊണ്ട് വീണ്ടും വെട്ടാം. ശരിയാണോ? നിങ്ങൾ പറ, ഈ 3നെയും 8നെയും വെട്ടാൻ പറ്റൂ? ഇനി പറ്റില്ല. 3നെയും 8നെയും വെട്ടാൻ പൊതുസംഖ്യകളൊന്നുമില്ല. പൊതുസംഖ്യകൾ ഇല്ല എങ്കിൽ അവരെ നമ്മൾ പറയുന്നതാണ് അവരുടെ HCF 1 അവരുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 പേരിലും അടങ്ങുന്ന ഏറ്റവും വലിയ ഫാക്ടർ 1. ശരിയല്ലേ? എങ്കിൽ മക്കളെ ഇവരുടെ HCF 1 വരുന്ന ജോഡി ഇതല്ലേ? ഇതാണ് HCF 1 വരുന്ന ജോഡി. ഇവനെയാണ് പരിഗണിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 3 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും 3 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 24 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും നമുക്ക് 24 കൊണ്ട് ഹരിക്കാം. പറഞ്ഞ മനസ്സിലായോ? ശരി, എനിക്ക് 18 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കണം. എന്തോ മാർഗം? 18 കൊണ്ട് ഹരിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആ ജോഡികളൊക്കെ ഒന്ന് എഴുതി നോക്കാം. 1 × 18 18. 2 × 9. 1 × എടുക്കത്തില്ല, 1 × എടുക്കത്തില്ല കേട്ടോ. 1 × എടുക്കണ്ട. 2 × 9 18. 3 × 6 18. 4 × ഒന്നുമില്ല, 5 × ഒന്നുമില്ല, 6 × 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജോഡി തന്നെ തിരിഞ്ഞു വരാൻ തുടങ്ങി. ഇനി നോക്കണ്ട, താഴോട്ടില്ല. ഇവിടെ 3നെയും 6നെയും നമുക്ക് വീണ്ടും വെട്ടാം. 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ HCF 3. അങ്ങനെയുള്ള ജോഡി എടുക്കരുത്. ഈ 2നെയും 9നെയും ഏതെങ്കിലും സംഖ്യ കൊണ്ട് വെട്ടാൻ പറ്റൂ? ഇനി പറ്റില്ല എന്ന് പറഞ്ഞാൽ മക്കളെ അവരുടെ HCF 1. HCF 1 വരുന്ന ജോഡി ഏതാണോ ആ ജോഡി കൊണ്ടാണ് പരിശോധിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 18 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാൻ പറ്റണമെങ്കിൽ മക്കളെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 9 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 2 കൊണ്ടും പറ്റണം, 9 കൊണ്ടും പറ്റണം. ഈ പറഞ്ഞത് മനസ്സിലായോ? 2 കൊണ്ടും പറ്റണം, 9 കൊണ്ടും പറ്റണം. ക്ലിയർ ആണേ? അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു 3-4 ഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, 2 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റണമെങ്കിൽ എന്താ മക്കളെ? 2 കൊണ്ട് അത്യാവശ്യം ഒരു 3-4 സംഖ്യകളുടെ ഹരണ രീതി കൂടെ അറിഞ്ഞിരിക്കണം. 2 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റൂല്ലോ? നോക്കുന്നത് എങ്ങനെയാ? ആ സംഖ്യയുടെ അവസാനത്തെ അക്കത്തിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ മതി. ആ സംഖ്യയുടെ അവസാനത്തെ അക്കം 0, 2, 4, 6, 8 വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ മക്കളെ അവസാനത്തെ ഒരക്കത്തിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ മതി. 4 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റും. നോക്കുന്നത് എങ്ങനെ? 4 കൊണ്ട് മക്കളെ ഒന്നുകൂടെ പറയാം. 2 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റണമെങ്കിൽ ഒന്നുകിൽ അവസാനത്തെ അക്കം 0 വരണം, അല്ലെങ്കിൽ 2, 4, 6, 8 വരണം എന്ന് പറഞ്ഞാൽ 2ന്റെ ഗുണിതം വരണം. 4 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റണമെങ്കിൽ അവസാനത്തെ 2 അക്കം 0 വരണം, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. മക്കളെ 8 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ? നോക്കുന്നത് എങ്ങനെ? 8 കൊണ്ട് അവസാനത്തെ 3 അക്കം 0 വരണം, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കത്തിനെ മാത്രം 8 കൊണ്ട് ഹരിക്കാൻ പറ്റണം. പറഞ്ഞ മനസ്സിലായോ? 2 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റണമെങ്കിൽ അവസാനത്തെ അക്കം ഒന്നുകിൽ 0 വരണം, ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിനെ മാത്രം 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. 4 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ? നോക്കുന്നത് എങ്ങനെ? അവസാനത്തെ 2 അക്കം 0 ആയിരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ അവസാനത്തെ 2 അക്കത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ 8 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ? നോക്കുന്നത് എങ്ങനെ? ഒന്നുകിൽ അവസാനത്തെ 3 അക്കവും 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ 3 അക്കത്തിനെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റണം. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അടുത്തത് 3 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റൂല്ലോ? നോക്കുന്നത് എങ്ങനെ? 3 കൊണ്ട് അക്കങ്ങളുടെ തുക എടുക്കും. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. മക്കളെ അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. ഓക്കെ, അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായിരിക്കണം. ശരി, അതേപോലെ 9 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റും. നോക്കുന്നത് എങ്ങനെ? അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം. മക്കളെ അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമായിരിക്കണം. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ 36. ഇതൊരു 3ന്റെ ഗുണിതമാണോ നോക്കാൻ 3 6 കൂട്ടി 9, അതൊരു 9ന്റെ ഗുണിതമല്ലേ? ആണ്. എന്നാൽ 12 ഒരു 9ന്റെ ഗുണിതമാണോ? അല്ല. കാര്യം 1ഉം 2ഉം കൂട്ടിയ 3. അക്കങ്ങളുടെ തുക 3 വന്നാൽ അതൊരു 3ന്റെ ഗുണിതമാണ്. പക്ഷേ അക്കങ്ങളുടെ തുക 9 വന്നെങ്കിലേ 9ന്റെ ഗുണിതം ആവത്തുള്ളൂ. പറഞ്ഞ ക്ലിയർ അല്ലേ? പറഞ്ഞ ഓക്കെ അല്ലേ? അവ 2 കൊണ്ട് ഹരിക്കണമെങ്കിൽ അവസാനത്തെ ഒരക്കത്തെ ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ ആ ഒരക്കത്തെ 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം.
4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ അവസാനത്തെ രണ്ടക്കങ്ങൾ ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കത്തിനെയും 4 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാൻ അവസാനത്തെ 3 അക്കം 0 ആയിരിക്കണം, അല്ലെങ്കിൽ 3 അക്കത്തിനെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. 3ന്റെയും 9ന്റെയും കാര്യങ്ങൾ അറിയാം എന്ന് കരുതുന്നു. 5 നിങ്ങൾക്കറിയാം, 5 അറിയാം, ശരിയാണോ? 5 നിങ്ങൾക്കറിയാം. അതേപോലെ മക്കളെ 11 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ പറ്റൂല്ലോ നോക്കുന്നത് എങ്ങനെ? 11 കൊണ്ട് അതിനൊന്നുമില്ല. 1331 ഒരു 11ന്റെ ഗുണിതമാണോ എന്നറിയാൻ ദാ ഒന്നിടവിട്ട സംഖ്യകളെ തമ്മിൽ കൂട്ടണം. 1 3 കൂട്ടി മക്കളെ 4, 1 3 കൂട്ടി 4. ഇവിടെ 3 1 കൂട്ടി 4. കണ്ടോ? അടുത്ത ജോഡി എടുത്ത് 3 1 4. കണ്ടോ? ഇങ്ങനെ ഒന്നിടവിട്ട സംഖ്യകളെ ഇങ്ങനെ കൂട്ടി നോക്കണം. ഒന്നിടവിട്ട സംഖ്യകളെ കൂട്ടും. ദാ 1 3 കൂട്ടി 4, വീണ്ടും 3 1 കൂട്ടി 4. അത് പരസ്പരം കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ഒന്നുകിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11ന്റെ ഏതെങ്കിലും ഗുണിതം കിട്ടണം. ഇങ്ങനെ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതം കിട്ടണം. ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതം കിട്ടണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ആ ചോദ്യത്തിലോട്ട് പോകാം. അത്യാവശ്യം ബേസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി 1 മുതൽ 11 വരെയുള്ള എല്ലാ സംഖ്യകളും 1 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെ, 2 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെ, 3 കൊണ്ട് ഒരു സംഖ്യ എങ്ങനെ വേഗത്തിൽ ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഓരോ അക്കത്തിന്റെയും ഡിവിസിബിലിറ്റി നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം വേഗം കണക്ട് ആവും. അല്ലാത്തവർ മകളെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ 1 മുതൽ 11 വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെയും ഡിവിസിബിലിറ്റി, അതിന്റെ റൂൾസ് ഒന്ന് പഠിക്കാൻ സാധിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാവും. തൽക്കാലം നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം 12ന്റെ ഗുണിതം 1000 എന്നാ ചോദിക്കുന്നത്. നമുക്ക് മനസ്സിലായി 12ന്റെ ഗുണിതം 1000 എന്ന് ചോദിക്കുമ്പോൾ 12ന്റെ ഫാക്ടർ എടുക്കുമ്പോൾ മക്കളെ 3 ഗുണം 4 അല്ലേ പരിശോധിക്കുന്നത്. അതായത് 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. പറ, 3 കൊണ്ടും 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. ഞാൻ ആദ്യം ഇത് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന എടുക്കുവാണ്. മകളെ 12 കൊണ്ട് ഒരു സംഖ്യ ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ആ സംഖ്യ 3 കൊണ്ടും ഹരിക്കാൻ പറ്റണം, 4 കൊണ്ടും ഹരിക്കാൻ പറ്റണം. ഇവിടെ ഞാൻ ആദ്യം 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കൂ എല്ലാ സംഖ്യകളും. മകളെ 4 കൊണ്ട് ഹരിക്കണമെങ്കിൽ എന്തോ മാർഗം എന്ന് ഞാൻ പറഞ്ഞത്. അവസാനത്തെ രണ്ടക്കത്തെ നോക്കിയാൽ മതി. ഒന്നുകിൽ അവസാനത്തെ രണ്ടക്കവും 0 വരണം, ഒന്നുകിൽ അവസാനത്തെ രണ്ടക്കവും 0 വരണം, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. അവസാനത്തെ രണ്ടക്കത്തിന്. ശരിയാണോ? ഒന്നുമില്ല. ഇവിടെ മകളെ 16 ഒരു 4ന്റെ ഗുണിതമോ? 16 ഒരു 4ന്റെ ഗുണിതമോ? 16നെ എനിക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 47 ഒരു 4ന്റെ ഗുണിതമാണോ? അല്ല. നിങ്ങൾ വേണേൽ സംശയം മാറ്റി 47നെ 4 കൊണ്ട് ഹരിച്ചു നോക്ക്. 47നെ 4 കൊണ്ട് ഹരിച്ചു നോക്ക്. 47നെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. കാര്യം 40 4ന്റെ ഗുണിതമാണ്. 40 കഴിഞ്ഞാൽ മക്കളെ പിന്നെ 44, പിന്നെ 48. അപ്പൊ 47 എന്തായാലും 4ന്റെ ഗുണിതമല്ല. 47 4ന്റെ ഗുണിതം അല്ലാത്തതുകൊണ്ട് എന്തായാലും ഇതൊരു 12ന്റെ ഗുണിതം അല്ല. 12ന്റെ ഗുണിതം അല്ല മക്കളെ. അവസാനത്തെ രണ്ടക്കം 49 ഒരു 4ന്റെ ഗുണിതമാണോ? അല്ല. 4ന്റെ ഗുണിതം അല്ല. കാര്യം 40 കഴിഞ്ഞ് 44, പിന്നെ 48, പിന്നെ 52 അങ്ങനെ പോകുന്നത്. അപ്പൊ ഇവനും ഒരു 4ന്റെ ഗുണിതം അല്ല. അതുകൊണ്ട് തന്നെ ഇവനൊരു 12ന്റെയും ഗുണിതം അല്ല. 47 മക്കളെ 4ന്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് 12ന്റെയും ഗുണിതമല്ല. ഒറ്റയടിക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ എ 38 16. 3816 ശരി ഉത്തരം. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ ഓക്കെ ആണോ? ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 10th പ്രിലിംസിന് അന്ന് 2021 രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചു ചോദ്യം 12ന്റെ ഗുണിതം 1000. മക്കളെ വീണ്ടും 12ന്റെ ഗുണിതമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 12 കൊണ്ടൊരു സംഖ്യ ഹരിക്കാൻ സാധിക്കണമെങ്കിൽ 12ന്റെ ഘടകങ്ങളായ 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. ഓക്കെ, നമ്മളിതിനെ കോ പ്രൈം നമ്പേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. കോ പ്രൈം എന്നാണ് വിളിക്കുന്നത്. തൽക്കാലം എന്താണ് കോ പ്രൈം എന്നൊന്നും അറിയണ്ട. അത് SSC RRB ഒക്കെ പഠിക്കുന്ന ഒരു തൽക്കാലം നമ്മളത് പഠിക്കാറുണ്ട്. ഇവിടെ തൽക്കാലം എന്താണ് കോ പ്രൈം എന്ന് അറിയണ്ട. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ കൊടുത്താൽ മതി. 3ന്റെയും 4ന്റെയും 12ന്റെ ഗുണിതങ്ങൾ എടുക്കുമ്പോൾ 3 × 4 ഗുണനഫലം 12 വരണം. 3 × 4 ഉണ്ട്. അതിൽ HCF 1 വരുന്ന ജോഡി ഏതാണെന്ന് തിരിച്ചറിയണം. അത് 3 4 അപ്പൊ ഇവരെ കൊണ്ട് പറ്റുന്നവരെ 12 കൊണ്ട് ഹരിക്കാൻ പറ്റത്തുള്ളൂ. അതായത് 3 കൊണ്ടും 4 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യകളെയും 12 കൊണ്ടും ഹരിക്കാം. നോക്കാം. നമുക്ക് ആദ്യം 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാം. 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് അവസാനത്തെ രണ്ടക്കം ഒന്നുകിൽ 0 വരണം, 2ഉം 0 ആയിരിക്കണം, രണ്ടക്കവും 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. കണ്ണുടച്ച് 2 ഓപ്ഷൻ കളയാം. ഏതൊക്കെയാ മക്കളെ? 40 കഴിഞ്ഞ് നമുക്കറിയാം 45നെ ഹരിക്കാനൊന്നും പോകരുത്. വേഗത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം. വേഗത്തിൽ ടക്കനെ ഉത്തരം കണ്ടുപിടിക്കാം. 40 നമുക്കറിയാം 40 4ന്റെ ഗുണിതം, 40 4ന്റെ ഗുണിതം, പിന്നെ 44 4ന്റെ ഗുണിതം,
അപ്പൊ എന്തായാലും 44 കഴിഞ്ഞ് 48 ഉള്ള 4ന്റെ ഗുണിതം. 45 ഒരു 4ന്റെ ഗുണിതമാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഒരു 12ന്റെയും ഗുണിതമല്ല. നമുക്കറിയാം 24, 25ന്റെ തൊട്ട് താഴെയുള്ള 24 4ന്റെ ഗുണിതമാണ്. 24 ഒരു 4ന്റെ ഗുണിതമാണ്. അപ്പൊ 25 4ന്റെ ഗുണിതമാണോ? അല്ല. 25 4ന്റെ ഗുണിതമല്ല. ഇവര് രണ്ടുപേരും എന്തായാലും മക്കളെ എന്തല്ല? 12ന്റെ ഗുണിതങ്ങളല്ല. 12ന്റെ ഗുണിതമല്ല. പിന്നെ 64 ഒരു 4ന്റെ ഗുണിതമാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണേൽ ഹരിച്ചു നോക്കിക്കോ. 64 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന്. ഒരു 4 4, ശിഷ്ടം 2 24-നകത്തിൽ 6 4 24. കണ്ടോ? അവസാനത്തെ 64 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 92 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? പറ്റും. 92 4 കൊണ്ട് ഹരിക്കാം. ഞാൻ ഹരിക്കാനൊന്നും പോകത്തില്ല. നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ മക്കളെ? 92 തൊട്ട് മുമ്പുള്ള 4ന്റെ ഗുണിതം നിങ്ങൾക്ക് അറിയാമോ? എടാ നിങ്ങൾക്ക് 80 അറിയത്തില്ലേ? 80 ഒരു 4ന്റെ ഗുണിതമാണ്. 80 കഴിഞ്ഞ് മക്കളെ 84, പിന്നെ 4 കൂട്ടി 88, പിന്നെ 4 കൂട്ടി 92. അപ്പൊ 92 ഒരു 4ന്റെ ഗുണിതമാണ്. ശരിയാണോ? അപ്പൊ എന്തായാലും മനസ്സിലായി, ഇവനും 4ന്റെ ഗുണിതമാണ്, ഇവനും 4ന്റെ ഗുണിതമാണ്. അപ്പൊ രണ്ടുപേർക്ക് ചാൻസ് ഉണ്ട്. ഇനി ഇതിനകത്തിൽ ആരാണ് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നു? അതാണ് മക്കളെ 12 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത്. വ്യക്തമല്ലേ? അപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ 3 3ന്റെ ഗുണിതമോ വരണം. 3 3ന്റെ ഗുണിതമോ വരണം. കൂട്ടി നോക്കാം. 6 6 കൂട്ടി 12, 12 3 15, 15 2 17, 17 4 21. 21 മക്കളെ 21 ഒരു 3ന്റെ ഗുണിതമാ. അക്കങ്ങളുടെ തുക എനിക്ക് 21 കിട്ടി. 21 ഒരു 3ന്റെ ഗുണിതമാ. അപ്പൊ ഇവനേതാ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായതാ. ഇപ്പോൾ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. 3 കൊണ്ടും 4 കൊണ്ടും പറ്റുമെങ്കിൽ ഇവനാണ് 12 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ. നമുക്ക് ഇവനെ ചുമ്മാ ഒന്ന് നോക്കാം. 3 6 9, 9 9 18, 18 2 20, 20 2 22. മക്കളെ അക്കങ്ങളുടെ തുക 22 വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു 3ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് അവനൊരു 12ന്റെ ഗുണിതമല്ല. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പറഞ്ഞിട്ട് മനസ്സിലായോ? ക്ലിയർ ആണെന്ന് കരുതട്ടെ. അടുത്ത ചോദ്യം നോക്കിയേ. 24ന്റെ ഗുണിതം ഏത്? 24ന്റെ ഗുണിതം ഏത്? നമ്മൾ എങ്ങനെ ചെയ്യും? 24ന്റെ ഗുണിതത്തെ എങ്ങനെ കണ്ടെത്തും? 1 × 24 എഴുതരുത്. 1 × 24 എഴുതരുത്. ബാക്കി 2 × 12. നോക്ക് വെട്ടാൻ പറ്റും. നോക്ക് 2നെയും 12നെയും വെട്ടാം. അപ്പൊ ഇതെടുത്തിട്ട് കാര്യമില്ല. അടുത്ത മക്കളെ 3 × 8. 3 × 8. എടാ 3 × 8 എന്ന് പറഞ്ഞാൽ 3 × 8 24. 3 8നെ വെട്ടാൻ പറ്റുമോ? പറ്റില്ല. ഇവരെ വെട്ടാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം, 8 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. 3 കൊണ്ടും 8 കൊണ്ടും ഹരിക്കാൻ സാധിക്കുന്ന എല്ലാ പേരെയും നമുക്ക് 24 കൊണ്ടും ഹരിക്കാം. ശരി, അപ്പൊ നമുക്ക് ആദ്യം 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം മക്കളെ. 8 കൊണ്ട്, അതല്ലേ നല്ലത്. അപ്പൊ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. അവസാനത്തെ 3 അക്കത്തിനെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. മക്കളെ അവസാനത്തെ 3 അക്കത്തിനെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. ശരിയാണോ? അവസാനത്തെ 3 അക്കത്തിനെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. അപ്പൊ നമുക്ക് 196നെ 196നെ 8 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കാം. 196നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 8 2 16, ശിഷ്ടം 3 36-നകത്തിൽ 8 4 32. മക്കളെ ശിഷ്ടം 4 വരുന്നുണ്ട്. മനസ്സിലായി? 196 അവസാനത്തെ ഈ 3 അക്കം 8ന്റെ ഗുണിതമല്ല. 8 കൊണ്ട് ഇവനെ ഇതൊരു 8ന്റെ ഗുണിതം അല്ലെങ്കിൽ 24ന്റെ ഗുണിതമല്ല. മക്കളെ ഈ കാണുന്ന സംഖ്യ ഒരു 8ന്റെ ഗുണിതം അല്ല. കാര്യം ശിഷ്ടം 4 വന്നു. 8ന്റെ ഗുണിതം അല്ലെങ്കിൽ അവനൊരു 24ന്റെയും ഗുണിതം അല്ല. ശരി, നമുക്ക് അടുത്ത് നോക്കാം. 548 3 അക്കം. അവസാനത്തെ 3 അക്കം നോക്കി. അവസാനത്തെ 3 അക്കം 8 കൊണ്ട് ഹരിക്കോ? 6 8 48 അല്ലേ? 6 8 48. ശിഷ്ടം മക്കളെ 6. 68-നകത്തിൽ 8 8 64. മക്കളെ ശിഷ്ടം 4 വരും. ഇവിടെ ശിഷ്ടം 4 വരും. മനസ്സിലായി? ഈ 548 അവസാനത്തെ 3 അക്കത്തിനെ 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു 8ന്റെ ഗുണിതം അല്ല. അതുകൊണ്ട് തന്നെ ഇവൻ 24ന്റെയും ഗുണിതം അല്ല. കഴിഞ്ഞു. അടുത്ത 736. മക്കളെ 736 ഒരു 8ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കാൻ നോക്ക്. നമുക്കറിയാം 9 8 72, ശിഷ്ടം 1 16, 2 8 16, ഒരു 16 0 വരും. മനസ്സിലായി? ഇവൻ ഒരു 8ന്റെ ഗുണിതമോ? ഇവനൊരു 8ന്റെ ഗുണിതം ആയ സ്ഥിതിക്ക് അവനൊരു 3ന്റെയും കൂടെ ഗുണിതമാണോ ചെക്ക് ചെയ്തിട്ടങ്ങ് പോവാം. എടാ 8ന്റെ ഗുണിതമാണെന്ന് മനസ്സിലായി. 8ന്റെ ഗുണിതമാണ്. ഇനി 8 കൊണ്ട് ഹരിക്കാൻ പറ്റൂ ഇവനെ. ഇനി 3 കൊണ്ടുകൂടെ ഹരിക്കാൻ സാധിക്കണ്ടേ? നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ നോക്കിയിട്ട് അങ്ങ് പോവാം. 7 3 കൂട്ടി 10, 10 8 18, 18 6 24, 24 6 30. മക്കളെ ഒരു 3ന്റെ ഗുണിതവാ. 30 ഒരു 3ന്റെ ഗുണിതവാ. എടാ 30 ഒരു 3ന്റെ ഗുണിതവാ.
അപ്പം മനസ്സിലായി 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കും, 8 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 3 കൊണ്ടും പറ്റി, 8 കൊണ്ടും പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും 24 കൊണ്ടും പറ്റും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അപ്പൊ പിന്നെ ഡിയിലോട്ട് പോവണ്ട, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട്. 36ന്റെ ഗുണിതം ഏത്? 36ന്റെ ഒന്നുമില്ല, എങ്ങനെ എഴുതും? 36ന്റെ പറ. 1 × 36 എടുക്കരുത്. 2 × 18 36. 2നെയും 18നെയും ഇനിയും വെട്ടാം, അതുകൊണ്ട് അതും എടുക്കാൻ പറ്റത്തില്ല. മക്കളെ 3 × 12 36 അല്ലേ? 3 × 12 അങ്ങനെ നോക്കണം ഓരോന്നും. 2 × 18 36. പക്ഷെ 2നെയും 18നെയും വീണ്ടും വെട്ടാൻ പറ്റും എന്ന് പറഞ്ഞാൽ 2ന്റെയും 18ന്റെയും HCF ഒന്നല്ല. 3 × 12 36. 3നെയും 12നെയും വീണ്ടും നമുക്ക് 3 കൊണ്ട് വെട്ടാം. അപ്പൊ 3ന്റെയും 12ന്റെയും HCF മക്കളെ 3. എടാ 4 × 9 36. നോക്ക്, 4നെയും 9നെയും വെട്ടാൻ പറ്റുമോ? പറ്റില്ല. 4നെയും 9നെയും ഇനി വെട്ടാൻ പറ്റത്തില്ല. മനസ്സിലായി? കിട്ടി. എടാ 4 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എല്ലാ പേരെയും മക്കളെ 4 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന എല്ലാ പേരെയും നമുക്ക് 36 കൊണ്ട് ഹരിക്കാം. അപ്പൊ ആരൊക്കെ പറ്റണം? 4ഉം പറ്റണം, 9ഉം പറ്റണം. 4ഉം പറ്റണം, 9ഉം പറ്റണം. ശരി, 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ ഓർമ്മയുണ്ടോ? അവസാനത്തെ രണ്ടക്കം ഒന്നുകിൽ 2ഉം 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കം ഒരു 4ന്റെ ഗുണിതമായിരിക്കണം. അവസാനത്തെ രണ്ടക്കം ഒന്നുകിൽ 0 വരണം, രണ്ടക്കവും 0 വരണം. മക്കളെ ഒന്നുകിൽ ഈ രണ്ടക്കവും 0 ആയിരിക്കണം, അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കത്തിനെ 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. അങ്ങനെ നോക്കുമ്പം 64 ഒരു 4ന്റെ ഗുണിതമാണ്. നിങ്ങൾ വേണേൽ ഹരിച്ചു നോക്കിക്കോ. എനിക്കറിയാം 64 ഒരു 4ന്റെ ഗുണിതമാണ്. മക്കളെ 52 നമുക്കറിയാം 40 കഴിഞ്ഞ് 44, 48 പിന്നെ 52 4ന്റെ ഗുണിതമാണ്. 36 4ന്റെ ഗുണിതമാണ്. 86 നിങ്ങൾ ആലോചിച്ച് നോക്ക്. 80 ഒരു 4ന്റെ ഗുണിതമാണ്. 80 കഴിഞ്ഞ് 84 പിന്നെ 88 വരുന്നത്. 86 4ന്റെ ഗുണിതമല്ല. എടാ 86 4ന്റെ ഗുണിതമല്ല. അപ്പൊ മനസ്സിലായി, ഇവൻ ഒരു 4ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും 36ന്റെയും ഗുണിതമല്ല. ഇവൻ ഒരു 36ന്റെയും ഗുണിതമല്ല എങ്കിൽ പിന്നെ 3 പേരുണ്ട് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? 9 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യ കണ്ടെത്തണം. അതിന് കൂട്ടി നോക്കുക തന്നെ വേണം, വേറെ മാർഗമില്ല. 7 ഉം 3ഉം 10, 18, 18 4 22, 2ഉം 24, 24 6 30, 34. മകളെ 34 വരും. 34 ഒരു 9ന്റെ ഗുണിതമാണോ? അല്ല. 34 ഒരു 9ന്റെ ഗുണിതമല്ല. അടുത്ത 6ഉം 4ഉം 10, 17, 17 1 18, 18 2 20, 25, 27. 27 മക്കളെ ഒരു 9ന്റെ ഗുണിതമാണോ? ആണ്. 9 3 27. 9 3 27. എടാ 9ന്റെ ഗുണിതമാണ് 27 അല്ലേ? അപ്പൊ മനസ്സിലായി, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പൊ പിന്നെ സി പരിശോധിക്കണ്ട, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പറഞ്ഞ മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് കരുതട്ടെ. 45ന്റെ ഗുണിതം ഏത്? 45 എന്തോ എഴുതും? എങ്ങനെ എഴുതും പറ? 45നെ 1 × 45 ഉണ്ട്, എടുക്കണ്ട. 2 × ഒന്നുമില്ല. 3 × 15 ഉണ്ട്. മക്കളെ 3 × 15 45. കണ്ടോ? 3 × 15 45. പക്ഷേ 3നെയും 15നെയും നമുക്ക് ഇനിയും വെട്ടാം. 3നെയും 15നെയും ഇനിയും വെട്ടാം. അതുകൊണ്ട് 3 × 15 വേണ്ട. 4 × ഒന്നുമില്ല. 5 × ഉണ്ട്. 5 × 9. 5 × 9 ഉണ്ട്. എടാ 5 × 9 45. 9 × 5 45. ശരിയല്ലയോ? ഇവരെ ഇനി വെട്ടാൻ പറ്റുമോ? ഇല്ല. 5നെയും 9നെയും ഇനി വെട്ടാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവരുടെ HCF മക്കളെ 1. ഇവരുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇവർ രണ്ടുപേരുള്ള കോമൺ ഫാക്ടർ വേറെ ആരും ഇല്ലല്ലോ. അത് 1. വേറെ ആരും ഇല്ലെങ്കിൽ 1 ഉണ്ടെന്ന. അപ്പൊ മനസ്സിലായി, ഇവരുടെ HCF മക്കളെ 1 എങ്കിൽ 1 വരുന്ന ജോഡി 5 9. അപ്പൊ 5 കൊണ്ടും ഹരിക്കാൻ പറ്റണം, 9 കൊണ്ട് ഹരിക്കാൻ പറ്റണം. അപ്പൊ നിങ്ങൾക്കറിയാം 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എങ്ങനെ? അവസാനത്തേക്ക് ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 5 വരണം. മക്കളെ അവസാനത്തേക്കം 0 വരണം, അല്ലെങ്കിൽ 5 വരണം. ഇവിടെ നോക്കുമ്പോൾ എല്ലാവരും 5ന്റെ ഗുണിതമോ. 0 വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 5 വന്നിട്ടുണ്ട്. ഇവിടെ 0 വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 5 വന്നിട്ടുണ്ട്. എല്ലാവരും 5ന്റെ ഗുണിതമോ. പിന്നെ 9ന്റെ. അപ്പം 5നെ നോക്കിയിട്ട് കാര്യമില്ല, 9നെ നോക്കുക മാത്രമേ ഉള്ളൂ നിവർത്തി. നോക്കാം 9ന്റെ ഗുണിതമാണോ നോക്കാം. 8 2 10, 16, 17, 18 കൂട്ടുമ്പം 18. മക്കളെ 18 എന്ന് പറഞ്ഞാൽ ഒരു 9ന്റെ ഗുണിതമല്ലേ? 18 ഒരു 9ന്റെ ഗുണിതമാ. മനസ്സിലായി? ഇവനാ ഉത്തരം. ശരിയല്ലേ? എടാ ഇതൊരു 18 അക്കങ്ങളുടെ തുക 18 കിട്ടി. അതൊരു 9ന്റെ ഗുണിതമല്ലേ? അതുകൊണ്ട് തന്നെ ഇതാണ് 9ന്റെ ഗുണിതം, അല്ലെങ്കിൽ 45 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. നമുക്കിത് ചുമ്മാ നോക്കാൻ പറ്റുന്നുണ്ടോന്ന്. 3 2 5, 5 5 10, 15, 15 4 19, 19 1 20.
20 എന്തായാലും 9ന്റെ ഗുണിതം അല്ല. അല്ല, ശരിയല്ലയോ? അടുത്ത 3 2 5, 5 6 11, 11 9 20. 20 എന്തായാലും ഒരു 9ന്റെ ഗുണിതം അല്ല. 9ന്റെ ഗുണിതം അല്ല. അടുത്ത 3 3 6, 6 6 12, 12 5 17, 17 5 22, 22 9 31. മക്കളെ 31 ഒരു 9ന്റെ ഗുണിതം അല്ല. അപ്പൊ ഇതൊന്നും 9ന്റെ ഗുണിതമല്ല. ആകെപ്പാട് 9ന്റെ ഗുണിതം ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എളുപ്പമല്ലേ? ഇതാ നോക്ക്, 55ന്റെ ഗുണിതം ഏത്? 55ന്റെ മക്കളെ 55ന്റെ ഗുണിതം 55. 1 ഇൻറ്റു 55 ഉണ്ട്, എടുക്കണ്ട. 2 ഇൻറ്റു ഒന്നുമില്ല. 3 ഇൻറ്റു 1 ചെയ്താൽ 55 വരത്തില്ല. 4 ഇൻറ്റു ഒന്നുമില്ല. 5 ഇൻറ്റു 11. മക്കളെ 5 ഇൻറ്റു 11 ചെയ്താലേ 55 കിട്ടത്തുള്ളൂ. 5 ഇൻറ്റു 11 ചെയ്താലേ 55 കിട്ടത്തുള്ളൂ. അപ്പൊ നോക്ക്, 5നെയും 11നെയും വെട്ടാൻ സംഖ്യ ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ എടുക്കേണ്ട ജോഡി. 5 കൊണ്ടും പറ്റണം, 11 കൊണ്ടും പറ്റണം. എടാ, ഈ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 11 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 5 കൊണ്ട് പറ്റുമോ നോക്കുമ്പോൾ എല്ലാവരെയും 5 കൊണ്ട് പറ്റൂടാ. കണ്ടോ, എല്ലാവരെയും 5 കൊണ്ട് ഹരിക്കാം. പിന്നെ ആരാ? 11 നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞു 11 നോക്കുന്നത് എങ്ങനെയാ? ഒന്നിട വിട്ട് കൂട്ടണം. 4 2 6, 6 6 12, 12 5 17. നോക്ക്, 17 അവിടെ നിൽക്കട്ടെ. അടുത്ത 8 3 11, 11 5 16, 16. മക്കളെ ഇത് പരസ്പരം കുറയ്ക്കണം. കുറച്ചപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുറച്ചാൽ എന്ത് കിട്ടണം? ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഏതെങ്കിലും ഒരു ഗുണിതം കിട്ടണം. ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഏതെങ്കിലും ഒരു ഗുണിതം കിട്ടണം. അപ്പൊ എന്തായാലും ഇത് 11ന്റെ ഗുണിതമല്ല. 11ന്റെ ഗുണിതം അല്ലെങ്കിൽ 55ന്റെയും ഗുണിതമല്ല. ശരി, നമുക്ക് അടുത്ത് നോക്കാം. 3 2 5, 5 3 8, 8 0 8 തന്നെ. 8 4 12, 12 6 18, 18. അപ്പൊ കുറയ്ക്കുമ്പം മകളെ 10 വരും. മൈനസ് ഒന്നും നോക്കണ്ട, 10 വരും. 8 18 കുറച്ചാൽ 10, 10. മൈനസ് നോക്കണ്ട, വ്യത്യാസം എടുത്താൽ മതി, 10. അതൊരു 11ന്റെ ഗുണിതമാണോ? അല്ല. ഒന്നുകിൽ ഇങ്ങനെ കുറയ്ക്കുമ്പം 0 കിട്ടണം, അല്ലെങ്കിൽ 11ന്റെ ഗുണിതം കിട്ടണം. അപ്പൊ ഇതും 11ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ 55ന്റെയും ഗുണിതമല്ല. അടുത്ത 3 2 5, 8 5 13, 13 5, 13 5 18, 18. 5 7 12, 12 5 17, 12 5 17. ശരി, കുറയ്ക്കുമ്പോൾ 1 വരും. ഇത് ഒരു 11ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നെ 55ന്റെയും ഗുണിതമല്ല. എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇതാ ഉത്തരം. നമുക്ക് ചെയ്ത് നോക്കാം. 1 9 10, 10 8 18, 18 5, 18 5 23, 23. അടുത്ത 3 4 7, 7 5, 7 5 12, 12. എടാ, 23 12 കുറച്ചേ. 23 12 കുറച്ചാൽ മക്കളെ 11 അല്ലേ? 11 ആണ്, 11 ആണ്. മനസ്സിലായി? ഇവൻ ഒരു 11ന്റെ ഗുണിതമാ. എടാ, ഇവനൊരു 11ന്റെ ഗുണിതമാണ്. മാത്രമല്ല 5ന്റെയും ഗുണിതമാണ്. കണ്ടോ, 5ന്റെയും ഗുണിതമാണ്. എടാ, 11ന്റെയും ഗുണിതമാണ്, 5ന്റെയും ഗുണിതമാണെങ്കിൽ ഇവൻ ഉറപ്പായിട്ടും 11 ഇൻറ്റു 5 55ന്റെയും ഗുണിതമാണ്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ദിസ് ഫോർ യു. ഓക്കെ, ഇതിന്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കമന്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ, അഭിപ്രായങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ മക്കളെ ഈ ഒരു ഉത്തരവും കൂടെ ABCD ഇതിനകത്തിൽ ഏതാണ് ഉത്തരം എന്നുകൂടി ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ, നമ്മൾ പറഞ്ഞല്ലോ ഒരിക്കലും ഇത് അവസാനിക്കുന്നില്ല, 20 ക്ലാസ് വരെ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. വിശാഖ് പാവുമ്പ.